ഇന്ന് നമുക്ക് ബൺ പൊറോട്ട തയ്യാറാക്കാം. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമുക്ക് നല്ല ലെയർഡായിട്ടും ക്രിസ്പി ആയിട്ടും നമുക്ക് ബൺ പൊറോട്ട തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈസിയാണ് നമുക്ക് ഈ ഒരു ബൺ പൊറോട്ട തയ്യാറാക്കാൻ. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം വേഗം വായോ, നമുക്ക് ഈ ഒരു അടിപൊളി ബൺ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മി സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ബൺ പൊറോട്ട തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിൽ ഒരു 5 കപ്പ് നമ്മുടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് തൈരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ടേബിൾ സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ആട്ടപ്പൊടിക്ക് 2 ടേബിൾ സ്പൂണ് തൈരാണ് ചേർക്കുന്നത്. അപ്പം ഏകദേശം ഒരു 10 ടേബിൾ സ്പൂണ് തൈര് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു തൈരും ഉപ്പും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കൂ, നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിനൊന്ന് വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഈ ഒരു മാവ് നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ആ സോഫ്റ്റ്നെസ്സും ആയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വീർത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ആവശ്യമനുസരിച്ച് നമുക്ക് ബൺ പൊറോട്ടയുടെ ആ ഒരു കട്ടിയുടെ അനുസരിച്ച് നമ്മൾ ചപ്പാത്തിയുടെ കട്ടി ശകലം ഒന്ന് വലുപ്പത്തിൽ നമ്മുടെ ബോൾസ് എടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ബോൾസാക്കി ഉരുട്ടിയതിന് ശേഷം മാവിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന അതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ കൂടെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷും കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആ സ്പൂൺ വെച്ച് തന്നെ ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓയിലൊന്ന് സ്പ്രെഡ് ആയതിനു ശേഷം ഒരു പിസ്സ കട്ടർ അല്ലെങ്കിൽ ഒരു നൈഫ് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. തീരെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ടാക്കി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരുമിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ലെയേഴ്സ്, അതായത് നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ആ എല്ലാ ഭാഗം നമുക്ക് ഒന്ന് ഒരുമിച്ചെടുത്തതിന് ശേഷം പതിയെ ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം റൗണ്ടാക്കി നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം ആ ഒരു എൻഡ് ഭാഗം നമുക്ക് ചുറ്റിയെടുത്തതിൻ്റെ അടിഭാഗത്തിലോട്ട് ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ചുട്ട് കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് ലെയറൊക്കെ തെളിഞ്ഞ് വരുന്നതായിരിക്കും. നമ്മൾ റോളർ ഇട്ട് റോൾ ചെയ്യുമ്പോൾ അത് പ്രസ്സായി പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കുക. ബണ്ണിൻ്റെ വലുപ്പത്തിലാണ് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേമാതിരി തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഒരു 3-4 പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലോട്ട് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊറോട്ടയുടെ ബേസ് നമുക്ക് ഇതുപോലെ ഓയിലിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും അതേ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല ലെയർസൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് വിട്ടു വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചുട്ട എല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പൊറോട്ട എടുത്ത് ലെയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പൊറോട്ട ആണെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് സൈഡിലെല്ലാം നന്നായിട്ട് കൈമ്മ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാറുമ്പോൾ അപ്പോൾ അത് ലെയർ വിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, സൈഡ് ബേസിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഇതുപോലെ ലെയർഡായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ബൺ പൊറോട്ട. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നല്ല ലെയറും ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയോ ചിക്കൻ സ്റ്റൂവോ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂവോ വെജിറ്റബിൾ കുറുമയോ എന്തിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബൺ പൊറോട്ട റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.